Hey, what's up guys? It's me Jobin here. Welcome back to our channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ശ്രീധരൻ ആശാൻ്റെ വീട്ടിലാണുള്ളത്. നമ്മൾ ആശാൻ്റെ ഇപ്രാവശ്യത്തെ ടൂർണമെൻറ്റ് രീതികൾ എങ്ങനെയായിരുന്നു, പറവ എത്ര ടൈം പറത്തിട്ടുണ്ടെന്നുള്ളതും അതേപോലെ തന്നെ പിന്നെ കഴിഞ്ഞ നമ്മൾ ഒരു 8-9 വീഡിയോസ് നമ്മൾ ശ്രീധരൻ ആശാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ അതൊന്ന് ജസ്റ്റ് കാണുക. കാരണം ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് പറവയെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. പുതുതായിട്ട് വരുന്ന ഒരാൾക്കാർക്ക് എന്തായാലും ആ വീഡിയോസ് കാണുമ്പോൾ എങ്ങനെയാണ് പ്രാവിനെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും പിന്നെ പ്രാവിൻ്റെ ലൈനേജ് എങ്ങനെ കീപ്പ് ചെയ്യണതും ആശാൻ്റെ അടുത്തുള്ള ഏതൊക്കെ പ്രാവുകളാണുള്ളത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ആ വീഡിയോയുടെ താഴെ കുറച്ച് കൂട്ടുകാർ കുറച്ച് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ആശാൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാന്യ പ്രേക്ഷകരെ, ഞാൻ കരിച്ചൽ ശ്രീധരൻ ആശാൻ. എൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം പഞ്ചായത്തിൽ കരിച്ചൽ വാർഡിലാണ്. എൻ്റെ വീട്ടിൽ വരുന്നവർക്ക് കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ വന്നാൽ കരിച്ചൽ CSI പള്ളിയുടെ സമീപമാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ നമ്പർ 95 44 72 31 14. ഈ നമ്പർ ഇപ്പോൾ പരസ്യമായി പറയാനുണ്ടായ കാരണം പലരും എൻ്റെ നമ്പർ കേട്ടിട്ട് കൊടുത്തില്ല എന്നുള്ള പരാതിയുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം പറയാനാണ്. നമ്മളെ ഇന്ത്യയിലെ ക്രിക്കറ്റ് കളി, ഫുട്ബോള്, ക്യാരം ബോർഡ്, ടെന്നീസ്, പിന്നെ ഓട്ട മത്സരങ്ങൾ ഇതെല്ലാം നടക്കുകയും അതിനെല്ലാം നല്ല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് അംഗീകാരങ്ങളും കൊടുത്ത് നമ്മളെ സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഒരു പ്രാവ് പറത്തൽ പന്തയം എന്ന് പറയുന്നത് മലപ്പുറത്ത് പേഴുങ്കര ഇബ്രാഹിം കുഞ്ഞ് 33 മണിക്കൂർ 28 മിനിറ്റ് പ്രാവ് പറത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഇബ്രാഹിം കുഞ്ഞൊരു കാര്യം മനസ്സിലാക്കണം, താങ്കളുടെ അടുത്ത് ചോദിക്കാതെയാണ് താങ്കളുടെ പേരും പറവ ടൈമും പറയുന്നത്. പറയാൻ വേറൊരു കാരണമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അത് കേൾക്കാതെ പറഞ്ഞതിന് വേദനയുണ്ടെങ്കിൽ എൻ്റെ കൂടെ ക്ഷമിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ മാപ്പ് പറയുകയാണ്. ഇത് പറയാനുണ്ടായ കാരണം 33 മണിക്കൂർ 28 മിനിറ്റ് പറത്തിയ ഒരു കൊച്ചു പ്രാവിന് അംഗീകാരമില്ല. പ്രാവ് വളർത്തുന്നവരെ ഇന്നും വളരെ മോശമായിട്ട് കാണുന്നൊരു സമൂഹമാണ് നമ്മളെ സമൂഹം. അപ്പോൾ ഈ ക്രിക്കറ്റ് കളി പോലെയും ഈ ടെന്നീസ് കളി പോലെയും നമ്മളെ പ്രാവ് പറത്തലിനും ഒരു അംഗീകാരം വേണമെന്ന് ഞാൻ മുൻ വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അതുപോലെ വീണ്ടും എനിക്ക് പറയാനുള്ളത്, 2007 മുമ്പ് MPFA എന്ന സംഘടനയിൽ നമ്മളെ നെയ്യാറ്റിൻകര പാപ്പനാടാരും ദ്വാരക ബാബുവണ്ണൻ, ചാക്കെ ശ്രീനിവാസ പണിക്കർ, ശാന്ത ബേക്കറി സാറ്, പിന്നെ ഇങ്ങനെ കുറേ പ്രമുഖ വ്യക്തികൾ, ഇനി ഒരുപാട് പേരുണ്ട്, എനിക്ക് അവരെ പേരറിയില്ല. ഇവർ ദിവസങ്ങളോളം കുത്തിയിരുന്നാണ് ഈ നിയമം ഉണ്ടാക്കിയത്, പ്രാവ് പറത്തൽ നിയമം. അന്ന് 5 മിനിറ്റായിരുന്നു. ഈ 5 മിനിറ്റിലും രാത്രി 7 മണിക്ക് ശേഷം 5 മിനിറ്റിലും ട്രിവാൻഡ്രം സിറ്റിയിൽ 18 മണിക്കൂർ പറത്തിയ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. തിരുവനന്തപുരത്തെ പറവക്കാർ 18 മണിക്കൂറിന് മുകളിൽ പറത്തിയ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അത് പോയിട്ട് 2007 സംശയം ഉണ്ടെങ്കിൽ ഇതെടുത്തോളണം. 2007 അഡ്രസ് കിട്ടിയല്ലേ? ഈ 2007 ഈ 5 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് ആക്കി. അതിവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു. ഇന്നത്തെ വളർത്തുകാർ ഇത് അറിയാതെ പോകുന്നൊരു കാരണങ്ങളാണ്. ഇവിടെ കറക്റ്റായിട്ട് റെക്കോർഡുണ്ട്. 15 മിനിറ്റിലൊരിക്കൽ കാണിക്കണം. പ്രാവ് മേഘമെടുക്കുകയോ കാണാതാവുകയോ ചെയ്താൽ മേഘമെടുക്കണമെന്ന് അടുത്ത് നിൽക്കുന്ന ആളിന് ബോധ്യം വരണം. 3 മണിക്കൂറിലൊരിക്കൽ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ റെക്കോർഡ് ഇരിക്കുമ്പോൾ ഈ റെക്കോർഡുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഓരോരുത്തർ സംഘടനകൾ അവരവരുടെ ഇഷ്ടാനുസരണം അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് നിയമങ്ങളെ വളച്ചൊടിച്ചാണെന്ന് പ്രാവ് പന്തയം നടത്തുന്നത്. അത് എനിക്ക് വേദനാജനകമാണ്. കാരണം ഇത് എൻ്റെ സ്വകാര്യതയാണ്, ഞാൻ ആരെയും കുറ്റം പറയണതല്ല. ഞാൻ ചെറുപ്പത്തിൽ 10-69 കൊല്ലം കൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും പ്രമുഖന്മാരായ പ്രാവ് വളർത്തുകാരുണ്ടായിരുന്നതാണ്. മണക്കാട് മാധവൻപിള്ള, മണക്കാട് പീരുമൈദീൻ സാഹിബ്, സാമ്പാ ബേക്കറി സാറ്, രാജു ഈശോ, മോട്ടി സാറ്,
ഇവരൊക്കെ ഇവിടെ പ്രഗത്ഭന്മാരായ പ്രാവ്. ഇവരുടെ പേരൊക്കെ ഞാൻ അനുവാദം ചോദിക്കാതെ പറയണതിൽ വരും, വേദന കൊണ്ട് പറഞ്ഞു പോണതാണ്. ഇന്ന് അവരവരുടെ ഡാറ്റാണ് കൊടുക്കുന്നത്. ഒരു മത്സരങ്ങളും ക്രിക്കറ്റ് കളിയോ ബോൾ കളിയോ ടെന്നീസ് കളിയോ ക്യാരം ബോർഡ് കളിയോ കളിക്കാരൻ്റെ സൗകര്യത്തിനല്ല ഡാറ്റ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, പണ്ടത്തെ പോലെ ഞറുക്ക് വരുന്ന ദിവസം പ്രാവ് പറത്തി കാണിക്കുന്നവനാണ് ഒരു പ്രാവ് വളർത്തുകാരൻ. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പ്രാവ് വളർത്തുകാരനല്ല, അതിനെ ട്രെയിൻ ചെയ്ത് പറത്തിക്കുന്നവനാണ് പ്രാവുകാരൻ. അതാണ് ട്രെയിനറുടെ കഴിവ്. ആ ട്രെയിനർക്ക് കഴിവുണ്ടെങ്കിലേ ആ പ്രാവ് പറക്കൂ. എന്നാൽ ആ പ്രാവ് പറക്കണമെങ്കിൽ അത് പറക്കാൻ കഴിവുള്ള തമരും വംശവും പാരമ്പര്യവും ഒത്ത പ്രാവേ പറക്കും. അല്ലാതെ എല്ലാ പ്രാവിനെയും അല്ലെങ്കിൽ വല്ലയിടത്തും കിടക്കുന്ന പ്രാവുകളെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞ് ഒരു പ്രാവ് പറത്തുന്നവനെക്കാളും വളർത്തുന്നവനെക്കാളും പെരുമയും തന്നെയാണ് ആ ട്രെയിനർക്ക്. അതാരായാലും അവരെ നമ്മൾ നമിച്ച് തന്നെയാക്കണം. അതുകൊണ്ട് പ്രാവ് വളർത്തു സംഘടനകളിൽ ഞാൻ ആരെയും കുറ്റം പറയണമല്ല. ഞറുക്ക് വരുന്ന ദിവസം പറത്തി കാണിക്കണം. അപ്പോൾ ഈ ഞറുക്ക് അവരവരുടെ സൗകര്യത്തിന് കൊടുക്കുമ്പോൾ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്, ആരെയും വേദനിക്കാനല്ല. പ്രാവ് പമ്പയക്കാരുടെ പൈസ എല്ലാം വാങ്ങിച്ചിട്ട് അവസാനം എല്ലാ പൈസയും കിട്ടി കഴിയുമ്പോൾ ഒരു ദിവസം നിശ്ചയിച്ച് ഒരു കൊച്ചു പയ്യനെയോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഈ ഞറുക്ക് പേരെല്ലാം കൂടെ ചുരുട്ടിയിട്ട് ഒരു 3 പ്രൈസിനുള്ള 3 തുണ്ടെടുത്താൽ മതിയല്ലേ. റബ്ബറിയും വേണ്ട, പറക്കുകയും വേണ്ട, പ്രവർത്തിക്കുകയും വേണ്ട. ഓരോ സംഘടനയിൽ ആൾ കൂട്ടാനും ആളെടുക്കാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന. അതല്ല, ഇവിടെ ഒരു നല്ല പ്രാവ് വളർത്തുകാരനെ കണ്ടെത്തുക. ഒരല്പ പ്രാണി വെള്ളവും ആഹാരവും തണലും കുടക്കീഴിലും നാരങ്ങ വെള്ളമൊന്നും കുടിക്കാതെ ഇത്രയും ടൈം പറന്ന് കാണിക്കുകയാണ്. ഇവിടെ പഴഞ്ചിറ നവാസ് പറത്തി ആദ്യം 23 വെളിയിൽ ട്രിവാൻഡ്രം ജില്ലയിൽ പറത്തുന്ന അങ്ങേരാണ്. നമ്മൾ ഹാപ്പിയായിട്ട് പറന്നു എന്ന് പറയുന്നു, പക്ഷെ ആ പറത്തുന്നവൻ്റെ വേദന, ആ വീട്ടുകാരുടെ വേദന, അത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അതുകൊണ്ട് ഈ ഓപ്പൺ ഡാറ്റ എനിക്കൊരു ഇതൊന്നുമല്ല, ഓരോ സംഘടനയ്ക്ക് ഇഷ്ടമുള്ള പോലെ നടത്താം. എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഈ 5 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റായി കൊടുക്കാം, അത് 30 മിനിറ്റായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സന്തോഷത്തോടെ. പിന്നെ ഇപ്പം അത് 40 മിനിറ്റായി നിൽക്കുകയാണ്. ശരി, അതൊന്നും തെറ്റില്ല. ഈ 40 മിനിറ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1 മണിക്കൂറിലധികം ആകുകയാണ്. കാരണം യഥാർത്ഥ നല്ല ഒരു റഫറി 10 മിനിറ്റ് പ്രാവിനെ കണ്ടില്ലെങ്കിൽ മാത്രമേ പടയക്കാരൻ്റെ അടുത്ത് പറയൂ പ്രാവിനെ കാണണമെന്ന്. പറയുന്ന സമയത്ത് പ്രാവ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ റഫറിയുടെ കയ്യിൽ നിന്ന് വീണ്ടും 10 മിനിറ്റ് കൂടെ കൊടുക്കുകയാണ്. അപ്പോഴേ അതാണ്ട് 40, 20, 60 മിനിറ്റ് വരെയാണ്. അതുകൊണ്ട് മാന്യ പ്രേക്ഷകരെ, നിങ്ങളത് ഓരോ പ്രാവ് വളർത്തുകാരൻ കണ്ടിട്ട് എന്നെ ചീത്ത വിളിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതൊരു പന്തയമാണ്. ഇത് പ്രാവ് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പറന്നിറങ്ങുന്നതല്ല. ഒരല്പപ്രാണി ഒരു ശകല ആഹാരത്തിലും വെള്ളത്തിലും ഇത്രയും മണിക്കൂറാണ് ഇവിടെ പറന്ന് കാണിച്ചിരിക്കണം. 33 മണിക്കൂർ 28 മിനിറ്റ്. ആ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഇത് ചോദിക്കാതെ ഞാനിത് പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. അതുപോലെ ഇപ്പോഴും സിറ്റിക്കകത്ത് നല്ല ടൈം വെച്ചവരുണ്ട്. പിന്നെ ഇതിലെനിക്ക് വേദനാജനകമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രി 12 മണി 2 മണിക്ക് ശേഷം ചാൻസായി മാറുന്ന ചില സംഭവങ്ങളുണ്ട്. അത് ഒരു വേദനാജനകമാണ്. അവസാന നിമിഷത്തിൽ ചാൻസായി. അതുകൊണ്ട് ഒരു സംഘടനയെടുത്ത് എനിക്ക് പ്രയാസമില്ല. പക്ഷേ ഞാനൊരു പഴയ വളർത്തുകാരൻ എന്നുള്ള ഒരു നിലയിൽ ഈ 5 മിനിറ്റിനെ 15 മിനിറ്റാക്കി, 15 മിനിറ്റിനെ ഒറ്റയടിക്ക് 30 മിനിറ്റാക്കി, ആ 30 മിനിറ്റിനെ ഇപ്പം 40 മിനിറ്റാക്കി. എന്നിട്ടും പ്രാവ് വളർത്തുകാർക്ക് തികയുന്നില്ല, ഒരു തൃപ്തി വരുന്നില്ല. ആ തൃപ്തി വരാത്ത കാരണം ഒരു ഞറുക്ക് വരണ ദിവസത്താണെങ്കിൽ ആ ദിവസത്തെ പ്രാവ് പറത്തി കാണിക്കാൻ ആ പ്രാവ് വളർത്തുകാരൻ അല്ലെങ്കിൽ ആ പ്രാവ് സ്നേഹി അല്ലെങ്കിൽ ആ ട്രെയിനർ അശ്രാന്ത പരിശ്രമം നടത്തും. ഇത് എന്തിന്, പറക്കുമെങ്കിൽ വിടാം അല്ലെങ്കിൽ വേണ്ട എന്നൊരു മനോഭാവം. അതാണ് ഈ ഓപ്പൺ ഡേറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പറയാനുള്ള കാര്യം ഇതാണ്, ഇത് ഗവൺമെൻറ് തലത്തിൽ വരണം ഈ പ്രാവ് പറത്തൽ കാര്യം. കാരണം ഞാൻ എടുത്ത മുൻ വീഡിയോകൾ ഒരാളൊരു 2 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ഫിലിം എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ സന്തോഷമായിട്ട് അത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അയാളുടെ ഒരു നിബന്ധന, ഈ പറയുന്ന പേരുകൾ, അഡ്രസ്സുകൾ, അതിൽ വരില്ല. അവർക്കിഷ്ടമുള്ള ആളുകളെ അഡ്രസ്സും വയ്ക്കും. അത് ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം എന്നെ ഇങ്ങനെ ഒരു പ്രാവ് വളർത്തുകാരൻ ഈ തെക്കൻ കേരളത്തിൽ ഉണ്ടെന്ന് വെളിലോകം കാണിച്ചത് ഷാനാണ്.
അപ്പോൾ അതുപോലെ ഇവിടെ ഒരുപാട് നല്ല പ്രാവ് വളർത്തുകാരുണ്ട്. അപ്പോൾ അവരുടെ പേരും അഡ്രസ്സും സ്ഥലവും ഈ ടെലിഫിലിമിൽ വരണം. അതുപോലെ ആരെങ്കിലും ടെലിഫിലിം എടുക്കാൻ തയ്യാറായാൽ ഈ പ്രാവ് പറത്തൽ മത്സരം ഒരു ഭയാനകമായ മത്സരം തന്നെയാണ്. ഇവിടുത്തെ എല്ലാ മത്സരങ്ങളും 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടാണ് തീരണം. ഒരു പ്രാവ് പറന്നിരിക്കുന്ന 33 മണിക്കൂർ 28 മിനിറ്റാണ് നിർത്താതെയും വിശ്രമിക്കാതെയും. ഇത് ജനങ്ങളുടെ മുമ്പേ എത്തിക്കാൻ ഈ പ്രാവ് പറത്തൽ മത്സരം ഒരു ടെലിഫിലിം എടുക്കാൻ ആരെങ്കിലും തയ്യാറാകണം. അത് ചെയ്യണം. അതിൻ്റെ വിശദ വിവരങ്ങളായിട്ട് എന്ത് വേണമെങ്കിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അച്ഛൻ ഇപ്രാവശ്യത്തെ ടൂർണമെൻറ്റ് എങ്ങനെയായിരുന്നു? ഇത്തവണത്തെ ടൂർണമെൻറ്റ് ഞാൻ 3 2020 വിട്ട് എനിക്ക് അതിൽ 1 പ്രൈസ് ഉണ്ട്, 1 ഓവറായി പോയി, 1 പ്രാവ് പറന്നില്ല. പിന്നെ 3 അൺലിമിറ്റഡിന് ഞാൻ പേര് കൊടുത്തിരുന്നു. എൻ്റെ കാഴ്ച പരിമിതി കൊണ്ട് എനിക്ക് അൺലിമിറ്റഡ് വിടാൻ പറ്റി. കാരണം ഇവിടെ പൊന്നനാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ പൊന്നന് ഒരുപാട് ജോലി തിരക്കുകളും ആശുപത്രി കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പ്രാവുളത്തുകാർക്ക് ആശുപത്രി കാര്യങ്ങളും ഒക്കെ ആയി. അവനും പന്തയം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ വീട്ടിലും 2020 പ്രൈസ് ഉണ്ട്. ഒരു അൺലിമിറ്റഡിൽ 13 20 വെളിയിൽ പ്രാവ് 13 വെളിയിൽ പ്രാവ് പറത്തി കാണിച്ചു. അതുപോലെ തന്നെ എനിക്ക് പൂവാറ് 2-3 കൂട്ടുകാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഞാൻ നല്ല വില മേടിച്ചിട്ടാണ് പ്രാവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ദിനേശൻ, അസീസ്, അസീം, സെയ്ദ് അലി, രാഹുൽ, ഇനി 1-2 പയ്യന്മാരുടെ പേരെനിക്കറിയില്ല. അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് പൂവാറ് പ്രാവ് പറത്തിയത്. അവർ വൈകുന്നേരം പറത്തി. ഈ അസീസ് 7 മണിക്ക് മുകളിൽ പ്രാവ് അൺലിമിറ്റഡ് പറത്തി കാണിച്ച് സന്തോഷം. അവർക്കും 2020 പ്രൈസ് ഉണ്ട്. ഈ DM ലോപ്റ്റ് പൂവാർ ദിനേശനും അസീസും നടത്തും. അവിടെയും പ്രൈസുണ്ട്. ഇത്തവണ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഈ പയ്യന്മാർ അത് പ്രാവാണ് പറത്തിയതെന്ന് എനിക്കറിയില്ല. അവർ പറത്തിയ പ്രാവ് ഏതാണെന്ന് എനിക്കറിയില്ല. അവർ പറത്തി കാണിച്ച് ചെറിയ ചെറിയ പ്രൈസുകളും ഉണ്ട്. പ്രൈസല്ല വിഷയം, പ്രാവ് പറക്കുമെന്ന് കാണിക്കണം. ആശാൻ ഏത് ലൈനേജ് ആയിരുന്നു ഇപ്പോൾ വിട്ടത് ഇപ്രാവശ്യം? ഞാൻ ഇത്തവണ വിട്ടത് 7 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചാമ്പലേനെ. അതിപ്പോൾ അതിൻ്റെ പുതിയ കുഞ്ഞന്മാരെ വിട്ടത് അതോ അതേ പ്രാവുകളെ തന്നെ? ഓക്കെ. ആ പ്രാവിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ നമുക്ക്? നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, കാണിക്കാം. ജസ്റ്റ് ഒന്ന്. 1.5 കല്ലി ആവണതേ ഉള്ളൂ. ഓക്കെ. ഇത് ഇപ്പോൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. നമ്മൾ ഇപ്പൊ ആശ പറപ്പിച്ചത് 2 ദിവസം കൊണ്ട് പറപ്പിച്ചത്. ഓക്കെ. ഇത് 1.5 കല്ലിയായി. 2 മണി തൊട്ട് ഇന്നലെ വിട്ട് നൈറ്റ് ഇറങ്ങാതെ പോയിട്ട് ഇന്ന് രാവിലെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ. ക്ലാവറിൽ ഇറങ്ങിയല്ലേ? ക്ലാവറിൽ പാരൻസും ക്ലാവർ തന്നെയായിരുന്നു. ഇതെല്ലാം കുഞ്ഞന്മാർ ഇപ്പൊ ട്രെയിൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞന്മാർക്ക്. ഇത്തവണ 2020 വിട്ടത് ഈ പ്രാവാണ്. ഇതിന്റെ സീല് കിടക്കുന്നു. ഇതിന്റെ സീല് പൊഴിഞ്ഞത്. ഈ 2 പ്രാവുകളാണ് വിട്ടത്. ഇതിപ്പോ എത്ര വയസ്സാത്ത? ഇതിപ്പോ നമ്മൾ 6 കൊല്ലം കൊണ്ട് വിടുന്ന പ്രാവാണ്. 6 കൊല്ലം. ഇവരെ ജോഡി ഇട്ടിട്ടുണ്ടോ? ജോഡി ഇടാതെ കണ്ടിന്യൂസ് ട്രെയിനിങ് മാത്രമായിട്ട് 2 മെയിലാണല്ലേ? ഓക്കെ. ആശാന്റെ ഒരു ഇതില് മെയിലാണോ ഫീമെയിലാണോ കൂടുതൽ നമുക്ക് ടൂർണമെന്റ്? മെയിലാണ്. വന്നിട്ട് ടൂർണമെന്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റിയത് മെയിൽ എന്നാണ് ആശാന്റെ ഒരു. ചിലവർ പറയുന്നു പൊടിക്കുഞ്ഞ് പറക്കില്ല എടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ കല്ലി വരണതേ ഉള്ളൂ. അതാണ്ട പുറത്ത് നോക്കിക്കോളൂ. വേണ്ട, രണ്ടാമത്തെ കല്ലിയാണ്. ഉണ്ടല്ലേ? പൊടിക്കുഞ്ചാണ്. ഞാൻ ഇപ്പോൾ വിട്ട് കാണിച്ചു. ഇതിൻ്റെയൊക്കെ ഫോട്ടോകളാണെങ്കിൽ എടുത്തോളി. നമുക്ക് മുകളിൽ കയറാം. പൊടിക്കുഞ്ചാണ്. ഉണ്ടല്ലേ? ഇത് പന്തയം പറന്നിട്ടുള്ള പ്രാവ്. ഇവരെ തമ്മിൽ നമ്മൾ ഇവിടെയാണ്. 7-8 പ്രാവ് മൂട്ടിലും കിടക്കുകയാണ്. ചെന്നങ്ങ് ഇറങ്ങൂല, പറന്നിട്ടേ ഇറങ്ങും. നമുക്കത് അങ്ങോട്ട് നടന്ന് വിടാം. വരും വിടാൻ പറയുമ്പോൾ വിടും.
ഇനി ഇവിടെ വന്നാൽ കിട്ടും. ഇനി ഇവിടെ മോട് നിറച്ച് പ്രാവ് കിടക്കുകയാണ്, കണ്ടല്ലേ? അനങ്ങൂല്ല, പ്രാവ് പറക്കും. ഇപ്പോൾ ഓക്കെ സാർ മതിയല്ലേ? ആ പോവാം. നിങ്ങളാവശ്യം കിട്ടും. ഇനി എൻ്റെ വിഷയം വരണ്ട പറയട്ടെ. അപ്പോൾ ഇപ്പം വിട്ട കുഞ്ചുങ്ങൾ കണ്ടല്ലോ, 6 പ്രാവ് മോട്ടിക്കിടക്കുകയാണ്. ഒരു വയസ്സും വലിയ പ്രാവും 1.5 കല്ലി തികഞ്ഞില്ല ഒരു കുഞ്ച്. ഞാൻ എടുത്ത കുഞ്ചാണ് ഇവിടെ വിട്ടിരിക്കുകയാണ്. പ്രാവ് വൈകുന്നേരം പറന്നിട്ടുള്ളതാണ്. ഇന്നുവിനെ പറത്താതായിട്ടിരിക്കുകയാണ് 2-3 ആഴ്ച കൊണ്ട്. എത്ര പറക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാവ് പ്രായമല്ല വിഷയം. ഇപ്പോൾ ഇന്നലെ വിട്ടതാണെങ്കിൽ 1 ഒരു കല്ലിയും ആയിട്ടില്ല. 1 പിടിച്ച് കാണിച്ചു തന്നല്ലേ. 2 മണി പറവ് വിട്ട് രാത്രി 9 മണിക്ക് ശേഷം പ്രാവ് ഇറങ്ങാതെ പോയിട്ട് രാവിലെ വന്ന് വെളിയിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് പ്രാവ് വംശവും തമരും ഒത്ത പ്രാവിന് പറക്കാനേ അറിയാവൂ, അല്ലാതെ വല്ലയിടത്തും ചെന്ന് ഇരുന്നിട്ട് വരാനൊന്നും അതിന് അറിയില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി പ്രാവിൻ്റെ പ്രായമല്ല വിഷയം. പിന്നെ പ്രാവ് കണ്ടിന്യും നമുക്ക് നല്ല രീതിയിൽ ഉറയ്ക്കണമെങ്കിൽ വംശത്തിലുള്ള പ്രാവ്, ഞാനിവിടെ ചെയ്യണതാണ്, 3 വയസ്സായിരിക്കണം. 3-ാം വർഷം തൊട്ട് എൻ്റെ പ്രാക്കൾ നല്ല പറവ കാഴ്ച വയ്ക്കും. ആ വർഷമൊക്കെ പറത്തിയ 13, 13.5, 14, എന്നാലും 15 മണിക്കൂർ വരെ ഇവിടെ പയ്യന്മാർ പറത്തി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിയമങ്ങളെ വലിച്ചൊടിക്കുന്നത് എനിക്ക് വേദനാജനകമാണ്. കാരണം പണ്ട് ചാക്കെ ശ്രീനിവാസ പണിക്കർ, വള്ളക്കടവ് സതി, പിന്നെ മണക്കാട് മാധവൻപിള്ള, പീരുമൈദീൻ സാഹിബ്, പൂജപ്പര രാജുവണ്ണൻ, ദ്വാരക ബാബുവണ്ണൻ, ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഈ 5 മിനിറ്റിലും 15 മിനിറ്റിലും പറത്തി കാണിച്ചവരാണ്. അതുകൊണ്ട് പ്രാവ് ഈ ഓരോരുത്തരുടെ സൗകര്യത്തിന് ഡേറ്റ് കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നത് മഹാ തെറ്റാണ്. അത് അത്ര പന്തയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കിത്രേ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്രാവശ്യത്തെ ടൂർണമെന്റ് എങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛനെ? വന്നിട്ട് എല്ലാം ഈസി ആയിരുന്നു പറപ്പിക്കാനൊക്കെ? ഞങ്ങൾ ഇവിടെ വലിയ പ്രാവല്ലേ വിടണം. അതുകൊണ്ട് നമുക്കൊരു 2 ദിവസത്തെ ചുറ്റിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കയറി ടൈം ആയിക്കോളും. ഫസ്റ്റ് ജസ്റ്റ് നോർമൽ ഒരു 2 ദിവസം ചെറുതാലും ചുറ്റിപ്പിച്ച് പിന്നെ പറവയിലോട്ട് കയറ്റി. പൊന്നനും അങ്ങനെ തന്നെ വിട്ടിട്ടുള്ളത്, പൂവാറും അങ്ങനെ തന്നെ വിട്ടിട്ടുള്ളത്. പൊടിക്കുഞ്ചല്ല. പൂവാറിൽ ഈ അസീം എന്ന് പറയുന്ന ഒരു പയ്യൻ 2-3 കല്ലിയായ ഒരു കുഞ്ചാനുണ്ട്. അതിൽ വേറെയും ഒരു രസമുണ്ട്. പലരും വിളിച്ച് പലരിടത്തും ചോദിച്ചെന്നത് ആശാൻ്റെ ചാമ്പയല്ലേ എന്ന്. എനിക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ പലരും വിളിച്ച് ചോദിച്ചതായിട്ട് പലരും എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. അവരൊക്കെ അറിയാവും. ഞാൻ അവർക്ക് നല്ല വിലയ്ക്ക് വലിയ സെറ്റ്, കാരണം ഞാൻ ഇവിടുന്ന് കുഞ്ച് പറക്കണ സെറ്റാണ് വെളിയിൽ കൊടുക്കുന്നത്. കാരണം വല്ല പ്രാവും കൊടുത്താൽ അവർ സെറ്റ് ചെയ്യുമ്പോൾ കുഞ്ച് പറക്കൂല. അപ്പോൾ അതിൻ്റെ കുഞ്ചാണോ അല്ലയോ എനിക്കറിയില്ല. പിന്നെ അവരൊക്കെ എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. അതാ വന്ന റബറിമാർക്കൊക്കെ മനസ്സിലായി കാണും. ഈ ഗുരുത്വം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ കാണുമ്പോൾ ഒരു സ്നേഹവും കാണാത്തപ്പോൾ ചീത്തയും വിളിക്കുന്ന ആളുകളല്ല ഗുരുത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ അൺലിമിറ്റഡ് വിട്ടിരുന്നല്ലോ ആശാനെ, അത് ഏത് ലൈനിലുള്ള? ഇത് നമ്മളിപ്പോൾ കാണിച്ച അതേ പ്രാവിന് അൺലിമിറ്റഡ് വിട്ടോ അതോ വേറെ പ്രാവ്? എനിക്ക് പറയാൻ പറ്റില്ല. അത് ആ പറത്തി കാണിച്ചവരാണ് പറയുന്നത്. അല്ല, ഇവിടെ ആശാന്റെ കൂട്ടിൽ പറത്തിയല്ലേ? എൻ്റെ കൂട്ടിൽ ഞാൻ അൺലിമിറ്റഡ് 3 പ്രാവ് വിട്ടില്ല. വിട്ടില്ല, ട്രെയിൻ ചെയ്യിപ്പിച്ച പ്രാവ്. അത് തന്നെ. ആ പ്രാവിൽ ഒരെണ്ണമാണ് ഈ വിട്ടയക്കുന്നത്. അതിൽ ഒന്നാണ് എനിക്ക് 3 അൺലിമിറ്റഡ് ഒരു ടൈപ്പ്, 1 പ്രൈസ് ഉണ്ട്. സുനീഷിന്റെ പറവയിൽ പ്രൈസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ അതും തിരക്കാറില്ല. കാരണം എനിക്ക് പ്രാവ് പറത്തണം, പ്രൈസ് നേടണം, ഈ പേരും പറഞ്ഞ് പ്രാവ് വിൽക്കണം എന്നൊരു ധാരണയേ ഇല്ല. പ്രാവ് പറക്കണം, ഒരു പ്രാവ് വളർത്തുകാരനെ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഷാൻ ഒരു ചോദ്യം ചോദിച്ചു, ഒരു കുസൃതി ചോദ്യം. ആശാന്റെ ഭാവനയിൽ വലിയ വളർത്തുകാരൊന്നും ചെറിയ വളർത്തുകാരൊന്നും ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു വലിയ പ്രാവ് വളർത്തുകാരനുമില്ല, ഒരു ചെറിയ പ്രാവ് വളർത്തുകാരനുമില്ല. കാരണം എന്താണെന്നറിയോ? 2 പ്രാവിനെ സെറ്റ് ചെയ്ത് ആ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ 13 വെളിയിൽ പറത്തി കാണിക്കുന്നവൻ ഒരു പ്രാവ് വളർത്തുകാരൻ.
13 മണിക്കൂർ പറത്തി കാണിക്കണം ഒരു പ്രാവ് വളർത്തുകാരനാണെന്ന് ഞാൻ അവനെ അംഗീകരിക്കുകയാണ് ആരായ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പ്രാവ് വളർത്തുകാരെ സ്നേഹിക്കുന്നത്. 13 മണിക്കൂർ പറത്താൻ വേദന ഉണ്ട്, വേലയുണ്ട്, ജോലിയുണ്ട്. അല്ലാതെ വാഗുണ്ടെല്ലായിരിക്കും പറക്കും 14, 15. പ്രാവ് 13 മണിക്കൂർ പറത്തണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് ജോലിയുണ്ട്. അത് ജോലി ചെയ്താൽ തന്നെ പറക്കും. ഇനി ഗോതമ്പിലും പ്രാവ് പറക്കും, റേഷൻ അരിയിലും പ്രാവ് പറക്കും. ആശാൻ ഇവിടെ എന്തായിരുന്നു ഫുഡ്? ഞാനിവിടെ കൊടുക്കണ കൂരവും സൂചിക്കമ്പനും. സൂചിക്കമ്പം നമ്മൾ സാധാരണ കമ്പപ്പുല്ലല്ല, അല്ല സൂചിക്കമ്പം. ഞാൻ 1 കിലോ കൂര വാങ്ങി, ഏറ്റവും ടോപ്പ് കൂര 60 രൂപയാണ്. 1 കിലോ കൂരവില് 1/2 കിലോ കമ്പം പുല്ല്, സൂചിക്കമ്പം പുല്ല്. ഓക്കെ, ഇത് ട്രെയിനിങ് ചെയ്യണ ടൈമിൽ മാത്രം, അത് ഫുൾ ടൈം അത് തന്നെ കൊടുക്കണം? ഞാൻ എപ്പോഴും കൂടുതൽ നോക്കും പറയാം വെച്ചേക്കും. അതിന് ബ്രീഡിംഗ് സെറ്റിന് എല്ലാത്തിനും അത് തന്നെ കൊടുത്തോണ്ടിരിക്കും. ബ്രീഡിംഗ് സെറ്റിന് വലിയ കമ്പനും ഗോതമ്പുമാണ് കൊടുക്കുന്നത്. ഓക്കെ, പറത്താൻ ചിറവ് കൊടുത്തിട്ടേക്കണം പ്രാവ്. നിങ്ങളിപ്പോൾ കൂടുതൽ നോക്കും പറയും. ചിലവർ പറയും അവിടെ ആഹാരം വെച്ചിരുന്ന പ്രാവ് പറക്കൂല്ല, വെള്ളം വെച്ചിരുന്നു. ഞാനെല്ലാം ട്രിപ്പ് സിസ്റ്റത്തിലല്ലേ വെള്ളം വെച്ചിരുന്നു. സുഹൃത്തെ, അതിൽ വേറൊരു കാര്യമുണ്ട്. പ്രാവ് ഏത് പൊന്നുമോൻ്റെ അടുത്തായാലും ശരിയല്ല, വെല്ലുവിളിക്കുകയാണ്. 8 മണിക്കൂർ കഴിഞ്ഞാൽ പ്രാവ് തറയിൽ കൊത്തു. ചിലപ്പോൾ കൊത്തുമായിരിക്കും. 8 മണിക്കൂർ കഴിഞ്ഞ് പ്രാവ് രാത്രി 9 മണിക്കാണ് ഇറങ്ങണമെങ്കിൽ 1 മണിക്കൂർ കഴിയുന്നു പ്രാവിന് ഫുഡിടാൻ. ഈ ഫുഡ് ഇട്ടിട്ട് കൊത്തിത്തുന്ന തീരാൻ 2 മണിക്കൂർ എടുക്കും. നിങ്ങൾ അതുവരെ കാത്തിരിക്കും. ഇവിടെ പലരും പറയുന്നത് ഞങ്ങൾ കാത്തിരിക്കുമെന്ന്. ആ കാത്തിരിക്കും എന്ന് പറയണതിൽ എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താണെന്ന് അറിയാം, 8 മണിക്കൂറാവുന്നവരെ പ്രാവ് ഫുഡ് എടുക്കും. പിന്നീട് നമ്മൾ വാരി തന്നെ കൊടുക്കും. അപ്പോൾ അതിനകത്ത് ഫുഡ് ഇരിക്കണമെങ്കിലും വെള്ളം ഇരിക്കണമെങ്കിലും അത് കുടിക്കില്ല. എൻ്റെ പ്രാക്കൾ കുടിക്കില്ല. ലൈറ്റ് ഇട്ട് വെച്ചിരുന്നല്ലോ, നൈറ്റിൽ ലൈറ്റ് ഇട്ടൊക്കെയല്ലേ, അത് എടുക്കൂല. കാരണം അതിന് ആഹാരത്തിനോ വെള്ളത്തിനോ താല്പര്യം ഇല്ല. അത് വരൂല ആ പ്രാവിന്. അത് പുറത്തുനിന്ന് ട്രെയിൻ ചെയ്യുന്നവർക്കറിയാം. ചുമ്മാ കൊണ്ട് പിടിച്ചെന്ന് പറഞ്ഞൊന്നും വെള്ളം കുടിക്കൂല. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, 60 ബദാം ഞങ്ങൾ കൊടുക്കും, 40 ബദാം ഞങ്ങൾ കൊടുക്കും. ആയിരിക്കാം, അത് എനിക്കറിയില്ല. എൻ്റെ പ്രാവിന് ഇവിടെ ഞങ്ങൾ 8 മണി വരെ ഞാൻ ഇത്തവണ പറത്തിയിട്ടുണ്ട്. പന്തയത്തിലല്ല, അല്ലാതെ 3 കല്ലിയായൊരു കുഞ്ചും 7 വയസ്സായൊരു വെള്ളയാണ്. കഴിഞ്ഞ എൻ്റെ വർഷം ലിമിറ്റഡ് വിട്ടാണ്. ഞാൻ രാത്രി 9 മണി വരെ പറത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ 2 ബദാമിലപ്പുറം കൊടുത്തിട്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, പറക്കുന്ന പ്രാവിന് ആകാരം ഒരു വിഷയമൊന്നുമല്ല. ഓക്കെ, ശരി. ഇപ്രാവശ്യം 2020 ടൈം ഇറക്കിയ ടൈം എത്രയായിരുന്നു? എൻ്റെ ടൈം 7 മണിക്കൂറും 20-22 സെക്കൻഡാണ്. ഓക്കെ, 7 മണിക്കൂർ 22 സെക്കൻഡ്. ഓക്കെ ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ട് ടൂർണമെൻറ്റിനെ കുറിച്ച് ഏകദേശം 10-20 മിനിറ്റ് 22 മിനിറ്റ് ആയിട്ടായി ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഓവർ ലെന്ത് വരാതെ നമുക്ക് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോഴേ ഇത് നിർത്തുകയാണെന്ന് ഞാൻ പറഞ്ഞു തീർക്കും. അപ്പോഴേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അല്ലാതെ പ്രാവിന് ബദാം അടച്ച് കയറ്റിയെന്നും എടുത്തെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ രാവിലെ എഴിച്ച് ഞങ്ങൾ 20 ബദാം കൊടുക്കും, ശകലം കൂരവ് കൊടുക്കും, ഒരു 8 പരിപ്പ് കൊടുക്കും എന്നൊക്കെ പറയും. പ്രാവുകൾ ചിലപ്പോൾ വിടുമ്പോൾ വല്ലതും ചെന്നിരിക്കുകയായിരിക്കും. എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത് എപ്പോഴും കൂടി ഒരു വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് ഇതിൻ്റെ ആകാര രീതി കൃത്യമായിട്ട് പറയും. ഞാൻ ഈ ഇട്ട പേരുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരാതികളിലോ ആരും വിഷമം വിചാരിക്കരുത്. കാരണം ഈ 5 മിനിറ്റ് പറത്തിയതാണ് 15 മിനിറ്റ് വന്ന് ഇപ്പോൾ 35 മിനിറ്റ്. ഈ ഞറുക്കിട്ട് വരുന്ന ദിവസത്ത് പറത്താൻ നോക്കിയാലേ ആ പ്രാവ് വളർത്തുകാരനൊരു ഉത്സാഹം ഉണ്ടാവും, ഒരു പ്രാവ് വളർത്തുകാരനാവുമെന്ന് ഞാൻ അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി.